ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 കപ്പ് വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചിട്ട് ഉടച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൂടെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കലക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ സമൂസ ഷീറ്റാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഒരേ അളവിൽ തന്നെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഫില്ലിങ്ങിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ഒരു ഷേപ്പാക്കി എടുക്കും. ഇനി ഈ ഷീറ്റിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി മൈദ കുറച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇനി ഈ മൈദ പേസ്റ്റ് കുറേശ്ശെ നമുക്ക് ഈ സമൂസ ഷീറ്റിൻ്റെ അറ്റത്ത് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ റോള് നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് എടുക്കണം. ഇതിൻ്റെ 2 സൈഡും ഫില്ലിങ് കുറവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സമൂസ ഷീറ്റിലും ഇതുപോലെ കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഫില്ലിങ് കുറവാണെങ്കിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ 2 അറ്റത്തും ഫില്ലിങ് കുറവാണെങ്കിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മൈദയുടെ ബാറ്ററിലേക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് കോട്ട് ചെയ്യുക. വീണ്ടും മൈദ മാവിലേക്ക് ഇതിൻ്റെ അറ്റം ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലൊന്ന് അറ്റം കോട്ട് ചെയ്തെടുക്കുക. ഇനി മറ്റേ അറ്റവും നമുക്കിതുപോലെ മൈദ മാവിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ആദ്യം മൈദ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ അറ്റം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക.
വീണ്ടും അതേ അറ്റം തന്നെ നമുക്ക് മൈദ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഇവിടെ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അങ്ങനെ ഇതിപ്പം ഞാൻ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും റെഡി ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ചിക്കനോ മുട്ടയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.